പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിൽ ഏതാനും മാസങ്ങൾക്ക് ശേഷം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അടുത്ത വർഷം മെയ് മാസം നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാൻ പോവുകയാണ്. അപ്പോൾ ആ രണ്ട് നിർണായക നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് കോൺഗ്രസ് അതിവേഗം നടന്നെടുക്കുന്ന സമയത്ത് കോൺഗ്രസിലുണ്ടായിട്ടുള്ള പുനഃസംഘടന വലിയ തോതിലുള്ള വിവാദങ്ങൾക്കും പൊട്ടിത്തെറികൾക്കും ഒക്കെ ഇടവരുത്തിയിരിക്കുകയാണ്. ഞാനിന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന ദിവസം രാവിലെ KPCCയുടെ അധികാരമൊഴിഞ്ഞ ശ്രീമാൻ K. സുധാകരൻ ശക്തമായ വാക്കുകളിൽ പല കേന്ദ്രങ്ങൾക്കുമെതിരെ പൊട്ടിത്തെറിച്ച് സംസാരിച്ചിരിക്കുകയാണ്. കേന്ദ്രത്തിൻ്റെ പ്രതിനിധിയായി ഇവിടെ വന്ന് കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചിരുന്ന ദീപാ ദാസ് മുൻഷിക്കെതിരെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വളരെ അൺസെറിമോണിയസ് ആയിട്ടാണ് ഇറക്കി വിട്ടത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം വളരെ സ്തുത്യർഹമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടും അദ്ദേഹത്തെ പാർട്ടിയിലെ ചില പ്രത്യേക കേന്ദ്രങ്ങൾ ദുഷ്പ്രചരണം നടത്തി ഇറക്കിവിടുകയായിരുന്നു എന്നുള്ളത് ഉൾപ്പെടെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായി സ്ഥാനമൊഴിഞ്ഞ KPCC പ്രസിഡന്റ് K. സുധാകരൻ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വലിയ വിവാദങ്ങളിലേക്ക് കോൺഗ്രസ് രാഷ്ട്രീയത്തെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുക. കോൺഗ്രസിനകത്ത് KC വേണുഗോപാൽ എന്ന് പറയുന്ന ദേശീയ ജനറൽ സെക്രട്ടറിക്കെതിരെ ശക്തമായിട്ടുള്ള പടയൊരുക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ പുതിയ KPCC പ്രസിഡന്റ് സ്ഥാനമേൽക്കുന്ന ചടങ്ങിൽ നിന്ന് 7 MPമാർ മാറി നിന്നത് ഒരു ചെറിയ സംഭവമായി ആരും കാണുന്നില്ല. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് അണികൾക്കിടയിലും പൊതുമണ്ഡലത്തിനുമിടയിലും ഉയർന്നു വന്നിരിക്കുന്ന ഒരു ചർച്ച എന്ന് പറയുന്നത്, കോൺഗ്രസ് തകർന്നോ? കോൺഗ്രസ് കേരളത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണോ? അടുത്ത തവണയും പിണറായി വിജയൻ അധികാരം ലഭിക്കും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ എന്ന് കോൺഗ്രസ് അണികളും ജനങ്ങളും ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. കാരണം നമുക്കറിയാം, കോൺഗ്രസ് 2016-ലും 2021-ലും നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 2 തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് പരാജയപ്പെടുകയാണ്. ഇനി ഒരു തവണയും കൂടെ പരാജയപ്പെട്ടാൽ കോൺഗ്രസിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും എന്ന സാഹചര്യത്തിലാണ് ഈ പുനഃസംഘടന കോൺഗ്രസിനെ വലിയ തകർച്ചയിലേക്ക് നയിക്കുമോ എന്നുള്ള ചർച്ചയ്ക്ക് കാരണമായിരിക്കും. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ കോൺഗ്രസിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യതയുണ്ടോ, അതോ കോൺഗ്രസ് തകർന്ന് അടിഞ്ഞു പോകുമോ എന്നുള്ള വിഷയം എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുക. സുഹൃത്തുക്കളെ, ഒരു കാര്യം ശരിയാണ്, കോൺഗ്രസിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ കോൺഗ്രസിൻ്റെ ഭാവിയെ വലിയ തോതിൽ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം 2 തെരഞ്ഞെടുപ്പുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് യഥാർത്ഥത്തിൽ പുനഃസംഘടിപ്പിക്കപ്പെടുമ്പോൾ കോൺഗ്രസിനെ അടുത്ത തവണ അധികാരത്തിൽ കയറ്റാൻ കഴിയുന്ന നേതൃത്വത്തെ അവരോധിക്കേണ്ട ബാധ്യത കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വത്തിനുണ്ടായിരുന്നു. അതുണ്ടായിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ വളരെ വ്യക്തമായി എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പോൾ ഈ സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ ഭാവി എന്ത്? ഇനിയും കോൺഗ്രസിന് രക്ഷപ്പെടാൻ സാധ്യതകളുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് എന്തൊക്കെ ചെയ്യേണ്ടി വരും? എന്ത് ചെയ്താൽ അത് രക്ഷപ്പെടും? അത് രക്ഷപ്പെടുകയോ അല്ലെങ്കിൽ രക്ഷപ്പെടില്ല എന്ന് ഉറപ്പായോ? ഇത്യാദി ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യും. സുഹൃത്തുക്കളെ, ഈ കോൺഗ്രസിൻ്റെ ഭാവിയുടെ മുന്നിൽ ഈ പുനഃസംഘടന വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പ് വിജയങ്ങളിലേക്ക് നയിക്കാൻ കഴിയുന്ന നേതാക്കന്മാർ കേരളത്തിൽ കോൺഗ്രസിൽ ഉണ്ടായിരുന്നെങ്കിൽ അവരെ എല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ട് കുറേയേറാൻ മൂളികളെ വെച്ചുകൊണ്ട് നടത്തിയ പുനഃസംഘടനയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല, ഒരു സംശയവും. പക്ഷെ അങ്ങനെ നടന്നു എന്നുള്ളത് കൊണ്ട് കോൺഗ്രസ് തകർന്നങ്ങ് ഇല്ലാതായി പോയി എന്നുള്ള വിശ്വാസവും എനിക്കില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഈ നേതൃത്വമാണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെ നയിക്കാൻ പോകുന്നതെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥിതി പരമദയനീയമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഈ നേതൃത്വത്തിൽ മാറ്റങ്ങൾ വരുത്തിയാൽ, ഈ നേതൃത്വത്തിൽ പുതിയതായി ഈ സംഘടനയെ വിജയിപ്പിക്കാൻ കഴിയുന്ന നേതാക്കളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണ്ട മാറ്റങ്ങൾ വരുത്തിയാൽ കോൺഗ്രസിന് ഇനിയും അടുത്ത തെരഞ്ഞെടുപ്പിൽ 100 സീറ്റിലേക്ക് വരാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. അതെങ്ങനെയാണ് സാധ്യമാകുക എന്നുള്ളതാണ് ഞാനിനി ചർച്ച ചെയ്യാം. സുഹൃത്തുക്കളെ, കോൺഗ്രസ് ഒരു കേഡർ പാർട്ടിയൊന്നും അല്ലല്ലോ. കോൺഗ്രസ് ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം അവസാനം വരെ നിൽക്കുന്നതായിരിക്കും എന്നൊന്നും വലിയ നിർബന്ധമൊന്നും ഇല്ലാത്ത പാർട്ടിയാണല്ലോ കോൺഗ്രസ്. കോൺഗ്രസിനകത്ത് കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റിനെതിരെ തന്നെ മത്സരം നടന്നത് നമ്മൾ കണ്ടതാണ്. ആ മത്സരത്തിൽ തോറ്റയാൾ ആരാണെന്ന് നമ്മൾ കണ്ടതാണ്. അത് ശ്രീമാൻ ശശി തരൂരായിരുന്നു. ആ തോറ്റയാളെ പോലും പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റിയിൽ എടുത്ത പാർട്ടിയാണ് കോൺഗ്രസ്. മറുഭാഗത്ത് കേഡർ പാർട്ടിയായിട്ടുള്ള CPM-ലും പിണറായി വിജയനെ മുഖ്യമന്ത്രിയാകുന്നതിൽ നിന്ന് മാറ്റി PS അച്യുതാനന്ദനെ ആക്കിയിട്ടുള്ള അനുഭവം നമ്മളുണ്ട്. അപ്പോൾ എല്ലാ പാർട്ടികളിലും തെരഞ്ഞെടുപ്പ് വിജയവുമായി ഒക്കെ ബന്ധപ്പെട്ട് മാറ്റങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ കോൺഗ്രസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരേണ്ടത്, അതാണ് ഞാൻ ആദ്യമായി എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, എൻ്റെ അഭിപ്രായത്തിൽ കോൺഗ്രസിൽ ഇപ്പോൾ ഒരു KPCC പ്രസിഡന്റ് എടുത്തു. ആ KPCC പ്രസിഡന്റിൻ്റെ കഴിവ് സംബന്ധിച്ചൊക്കെ വലിയ വിവാദങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ട്. പ്രസിഡന്റ് കഴിവിനെ സംബന്ധിച്ച് എനിക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. സുധാകരനൊപ്പം നിർത്താവുന്ന ഒരാളാണ് പുതിയ KPCC പ്രസിഡന്റ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അപ്പുറത്ത് പിണറായി വിജയനെ പോലെ ശക്തനായ ഒരു നേതാവ് നിൽക്കുമ്പോൾ ആ പിണറായി വിജയനെതിരെ ശക്തമായിട്ടുള്ള പ്രചരണം നടത്താൻ കഴിയുന്ന ഒരു KPCC പ്രസിഡന്റാണ് സണ്ണി ജോസഫ് എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ തൽക്കാലം സണ്ണി ജോസഫ് അവിടെ നിൽക്കട്ടെ. സണ്ണി ജോസഫിനെ KPCC പ്രസിഡന്റാക്കി ഏതാനും ദിവസങ്ങളോ അല്ലെങ്കിൽ മാസങ്ങളോ കഴിയുമ്പോൾ സണ്ണി ജോസഫിനെ ഒന്നുകൂടി മാറ്റേണ്ട സാഹചര്യം ഉണ്ടാവേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. സണ്ണി ജോസഫ്
KPC പ്രസിഡൻ്റായി നിൽക്കട്ടെ. പക്ഷേ KPCയുടെ വൈസ് പ്രസിഡന്റുമാരിൽ മാറ്റങ്ങൾ വരുത്തണമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ PC വിശ്വനാഥും ഈ പറഞ്ഞ പോലെ ഷാഫി പറമ്പിലും AP അനിൽകുമാറും ഒക്കെ അല്ലേ വൈസ് പ്രസിഡന്റുമാരായി ഇവിടെ നിൽക്കുന്നത്. അതിൽ 1-2 പേരെ വേണമെങ്കിൽ മാറ്റാവുന്നതേ ഉള്ളൂ, മാറ്റിക്കൊണ്ടൊരു കുഴപ്പമില്ല. പക്ഷേ മാറ്റിയിട്ട് അവിടെ അവരെക്കാൾ കഴിവുള്ളവർ അവിടെ വരണം, അതാണ് പ്രധാനം. കഴിവ് ഉള്ളവരും സംഘടനാ പാഠവുമുള്ളവരും അണികളുടെ ഇടയിൽ ബന്ധമുള്ള നേതാക്കന്മാരുണ്ടല്ലോ, ആ നേതാക്കന്മാരെ അവിടെ കൊണ്ടുവരണം. ഞാൻ പറഞ്ഞ സണ്ണി ജോസഫ് അവിടെ നിൽക്കട്ടെ, വർക്കിംഗ് പ്രസിഡൻ്റായി ബെന്നി ബെഹനാനെ കൊണ്ടുവന്നു കൂടെ, അയാൾക്ക് അണികളുടെ ഇടയിൽ ബന്ധമുള്ള നേതാവല്ലേ. അതുപോലെ തന്നെ MK രാഘവൻ, അയാൾ 4 പ്രാവശ്യം MP ആയിട്ടുള്ള ആളും അണികളുടെ ഇടയിൽ നല്ല ബന്ധവുമുള്ള നേതാവല്ലേ MK രാഘവൻ, അദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്നു കൂടെ. അതുപോലെ തന്നെ ജോസഫ് വാഴക്കൻ എന്ന് പറഞ്ഞ ഒരു നേതാവില്ലേ, അദ്ദേഹത്തിനും അണികൾക്കിടയിൽ നല്ല ബന്ധമുള്ളതല്ലേ, അദ്ദേഹത്തെ കൊണ്ടുവന്നു. ഇനി വർക്കിംഗ് പ്രസിഡന്റുമാരെ മാറ്റാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആ വർക്കിംഗ് പ്രസിഡന്റുമാർ അവിടെ നിന്നോട്ടെ, ഒരു 3 വർക്കിംഗ് പ്രസിഡന്റുമാരെ കൂടി കൊണ്ടുവന്നുകൂടെ. ഞാൻ ഈ പറഞ്ഞവരെ പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാരായി കൊണ്ടുവന്നാൽ എന്താ കുഴപ്പം? അണികളുമായിട്ട് നല്ല ബന്ധമുള്ളത്. ആ നിലയിൽ വർക്കിംഗ് പ്രസിഡന്റുമാരുടെ കാര്യത്തിൽ മാറ്റം വരുത്തുക. അതിനുശേഷം ചെയ്യേണ്ടത് എന്താ? 12 DCC പ്രസിഡന്റുമാരെയും മാറ്റണം. കാരണം ഓരോ ജില്ലയിലും പാർട്ടി എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് സംബന്ധിച്ച് അന്തിമമായി തീരുമാനമെടുക്കാൻ കഴിയുന്നതും ആ ജില്ലയിലെ പാർട്ടിയെ ചലനാത്മകമായി മാറ്റുന്നതിലും ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് DCC പ്രസിഡന്റുമാരാണ്. ഇപ്പോൾ ഇരിക്കുന്ന കാൽക്കാശിന് കൊള്ളാത്ത DCC പ്രസിഡന്റുമാരാണ്. തിരുവനന്തപുരത്തൊക്കെ പാലോട് രവി എന്നും പറഞ്ഞൊരു നേതാവ് ഇരിപ്പുണ്ട്, അയാളെക്കുറിച്ചിട്ട് എനിക്ക് വലിയ നാണക്കേട് തോന്നുന്നു അതിനെക്കുറിച്ച് പറയുന്നു. എല്ലാ നേതാക്കന്മാരും ഒരു നേതാക്കന്മാരും കഴിവുള്ളവർ DCC പ്രസിഡന്റുമാരായിട്ടില്ല. അവരെ മുഴുവൻ ആ 14 പേരെയും മാറ്റി ജില്ലകളിൽ ഈ പാർട്ടിയെ സജീവമായും സക്രിയമായും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന നേതാക്കന്മാരെ ആ സ്ഥാനത്ത് കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാൻ. അതുകൊണ്ട് KPC പ്രസിഡന്റ് അവിടെ നിർത്തിക്കൊണ്ട് ഒന്നുകിൽ വർക്കിംഗ് പ്രസിഡന്റുമാരെ മാറ്റി അവിടെ പുതിയവരെ കൊണ്ട്. ഇപ്പോൾ AP അനിൽകുമാർ എന്ത് കഴിവാണ് അയാൾക്കുള്ളത്? KC വേണുഗോപാലായിട്ടുള്ള ബന്ധം മാത്രമല്ല, അയാളെ മാറ്റണം. അയാളെ മാറ്റിയിട്ട് പിന്നോക്കക്കാരായിട്ടുള്ള ആളെ കൊണ്ടുവരണമെങ്കിൽ പിന്നോക്കക്കാരായിട്ടുള്ള അണികളുടെ ബന്ധമുള്ള നേതാക്കന്മാർ കോൺഗ്രസിലുണ്ടെങ്കിൽ അവരെ കൊണ്ടുവരണം. അതുപോലെ തന്നെ പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാരെ ഞാൻ നേരത്തെ പറഞ്ഞവരെ ബെന്നി ബെഹനാനെയോ അല്ലെങ്കിൽ MK രാഘവനെയോ അല്ലെങ്കിൽ ജോസഫ് വാഴക്കനെ പോലുള്ളവരെ വർക്കിംഗ് പ്രസിഡന്റാക്കി അഡീഷണലായി കൊണ്ടുവരണം. 14 ജില്ലാ പ്രസിഡന്റുമാരെയും മാറ്റണം. അവിടെ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന, പാർട്ടിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന അണികളുമായി ബന്ധമുള്ള DCC പ്രസിഡന്റുമാരെ അവിടെ കൊണ്ടുവരണം. ഇത്രയും പേരെ ഇത്രയും മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം തൊട്ടു പിറ്റേന്ന് മുതൽ തന്നെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഈ പൂത്ത് ചീഞ്ഞ് നാറി അഴുകിയ സർക്കാരിനെതിരെ അതിശക്തമായിട്ടുള്ള ജനകീയ മുന്നേറ്റങ്ങൾക്ക് തുടക്കം കുറിക്കണം. എത്രയോ വിഷയങ്ങളുണ്ട്, ആ വിഷയങ്ങളൊന്നും ഞാൻ അവിടെ എടുത്തു പറയുന്നില്ല. ആ വിഷയങ്ങളിന്മേൽ പുതിയ നേതൃത്വം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിരത്തിലിറങ്ങി സമരം ചെയ്യാൻ ആരംഭിക്കണം. ആയിരക്കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ട് അതിശക്തമായിട്ടുള്ള സമരവും പിണറായി സർക്കാരിനെതിരെ തുടങ്ങണം. അങ്ങനെ പുതിയ നേതൃത്വത്തെ കൊണ്ടുവരണം. ജനങ്ങളുമായി ബന്ധമുള്ള നേതൃത്വത്തെ, അണികളുമായി ബന്ധമുള്ള നേതൃത്വത്തെ കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ പിണറായി സർക്കാരിനെതിരെ അതിശക്തമായിട്ടുള്ള സമരം എത്രയും പെട്ടെന്ന് എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തി, കോൺഗ്രസ് അണികളെയും അണിനിരത്തി മുന്നേറാൻ കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, 100 സീറ്റിൽ അടുത്ത മെയ് മാസം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വരാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ആരും തർക്കവുമില്ല. പക്ഷേ അത് ചെയ്യാതെ ഈ വേണുഗോപാലിൻ്റെ ഏറാൻ മൂളികളായിട്ടുള്ള, വേണുഗോപാൽ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും ചെയ്യുന്ന ഇപ്പോഴത്തെ ഈ ഏറാൻ മൂളികളെയും മുന്നോട്ട് വെച്ചാണ് കോൺഗ്രസ് ഭാവിയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുന്നോട്ട് പോകാൻ പോകുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട, ഈ പൂത്ത് ചീഞ്ഞ് നാറി അഴുകിയ ഈ പിണറായി സർക്കാരിനും പിണറായി വിജയനും ഒരു തവണ കൂടി അധികാരം കിട്ടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല.